ഏതു ദുഃഖം വന്നാലും ഏറ്റെടുക്കും ആ ഹൃദയം. എത്ര പാപം ചെയ്താലും മാപ്പു നൽകും തൻ സ്നേഹം. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. അമ്മയില്ലാതൊരു ദൈവമില്ലെന്ന് പാട്ടു കേട്ടു ഞാൻ വളർന്നു. അമ്മയില്ലാതൊരു ദൈവമില്ലെന്ന പാട്ടു കേട്ടു ഞാൻ വളർന്നു. അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്നനുഭവം എന്നെ പഠിപ്പിച്ചു. നിത്യസ്നേഹത്തിനാഴമിന്നാരളന്നു. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. ദുഃഖമല്ലാതൊരു സത്യമില്ലെന്ന് ഏറ്റു ചൊല്ലി ഞാൻ നടന്നു. ദുഃഖമല്ലാതൊരു സത്യമില്ലെന്ന് ഏറ്റു ചൊല്ലി ഞാൻ നടന്നു. ചങ്കു തകർന്നാലും സൗഖ്യം പകർന്നങ്ങ് അഭിഷേകമെന്നിൽ നിറയ്ക്കുന്നു. ചങ്കു തകർന്നാലും സൗഖ്യം പകർന്നങ്ങ് അഭിഷേകമെന്നിൽ നിറയ്ക്കുന്നു. സ്വർഗ സന്തോഷമെന്നുടെ ജീവലക്ഷ്യം. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. ഏതു ദുഃഖം വന്നാലും ഏറ്റെടുക്കും ആ ഹൃദയം. എത്ര പാപം ചെയ്താലും മാപ്പു നൽകും തൻ സ്നേഹം. ഹോസിയ പ്രവചനം അധ്യായം 11, 3-4 വചനങ്ങൾ. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയ ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടി എല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. സ്നേഹപിതാവായ ദൈവമേ, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹം കൂടുതൽ മനസ്സിലാക്കുവാൻ, അതേക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കുവാനാണല്ലോ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ആയതിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്ന മിസ്സിയ കുടുംബത്തെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ. പ്രിയ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കൃപകളാലും അഭിഷേകത്താലും നിറയ്ക്കണമേ. ഈ കോഴ്സിന്റെ രക്ഷാധികാരിയായ അഭിമന്യമായ ജോയി ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്ററായ അഗസ്ത്യൻ മുണ്ടിയ അച്ഛനെയും ഇന്ന് ഫൈനൽ ബ്ലെസ്സിങ്ങിനും സമാപന സന്ദേശത്തിനുമായി കടന്നു വരുന്ന ഫ്രാൻസിസ് ഇലവത്തിങ്കൽ അച്ഛനെയും മറ്റെല്ലാ അഭിഷിക്തരെയും, ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലീസുകുട്ടി ആന്റിയെയും, ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ടോമിച്ചൻ പുല്ലങ്കാവങ്കൽ, തോമസ് വൈമേലിൽ, ക്ലീറ്റസ് വാഴപ്പള്ളി എന്നിവരെയും, എല്ലാ കോർഡിനേറ്റേഴ്സിനെയും, എല്ലാ മെന്റേഴ്സിനെയും, റിസോഴ്സ് ടീം അംഗങ്ങളെയും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഇന്നിവിടെ ശുശ്രൂഷ ചെയ്തവരെയും ഇനി ചെയ്യാനുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപകളാലും ദൈവിക ശക്തിയാലും നിറയ്ക്കണമേ. ഈ ശുശ്രൂഷകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് കൂടുതൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരായി മാറുവാൻ, പകർന്നു കൊടുക്കുന്നവരായി മാറുവാൻ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജെർമിയ 31:3. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവം നമ്മെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. എത്ര മഹത്തായ ഭാഗ്യം! ജപമാല എന്ന പവർഫുൾ വെപ്പൺ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ജപമാല ചൊല്ലാൻ സഹായിച്ച ജോസ് അങ്കിളിനും ആന്റിക്കും ഒത്തിരി നന്ദി പറയുന്നു. ജപമാലയ്ക്കും മിസ്സിയോ പ്രാർത്ഥനയ്ക്കു ശേഷം നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാർത്ഥന ചൈതന്യം ഗാനത്തിലൂടെ ദൈവസ്നേഹം അനുഭവിപ്പിച്ച ലാലി ആന്റിക്കും വചന വായനയിലൂടെയും പ്രാരംഭ പ്രാർത്ഥനയായാലും ദൈവസ്നേഹത്താൽ വർദ്ധിപ്പിച്ച ജോൺ അങ്കിളിനും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മാമോദിസ സ്വീകരിച്ച സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. ഇതിനായി എല്ലാവരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന മിസ്സിയോ ഗ്രൂപ്പിന്റെ ബാച്ച് 16 ആദ്യത്തെ നിത്യസത്യമായ ദൈവസ്നേഹം എന്ന ഈ ഒരു സെഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ ഏറെ പ്രത്യേകമായി പ്രാർത്ഥന ആശീർവാദങ്ങളാൽ മിസ്സിയോ കൂട്ടായ്മയെ സമ്പന്നമാക്കുന്ന നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിമന്യ മാർ ജോയ് ആലപ്പാട് പിതാവിനെ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ സമാപന സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി നമുക്കൊപ്പമുള്ളത് ഫാദർ ഫ്രാൻസിസ് ഇലവന്തങ്കലാണ്. അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ ടീമിന്റെ സാരഥി, സുവിശേഷ പ്രഘോഷണം നെഞ്ചിലേറ്റി ശരിയായ ദിശാബോധത്തോടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന നമ്മുടെ എല്ലാമായ പ്രൊഫസർ CC ആലിസുകുട്ടി ആന്റിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ അങ്കിളിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിന്റെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളായ പ്രൊക്ലമേഷൻ നടത്തുന്ന പുഷ്പ ആന്റി, ടെസ്റ്റിമണി നടത്താൻ നിയോഗിക്കുന്ന സ്മിത ആന്റി, സ്ലൈഡ് പ്രസന്റേഷൻ നടത്താൻ നിയോഗനായിരിക്കുന്ന ഡോക്ടർ AJ അഗസ്റ്റിൻ അങ്കിളിനെയും മിസ്സിയോ മെൻഡേസ് കോർഡിനേറ്റേഴ്സ് എന്നിവരെയും സമകാലഭേദമന്യേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് താല്പര്യത്തോടെ വചനം അറിയുവാൻ, ഗ്രഹിക്കുവാൻ, ഈശോയോട് കൂടുതൽ അടുക്കുവാൻ മിസ്സിയോ എന്ന കൂട്ടായ്മയുടെ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു. ഈശോയിൽ വിശ്വസിച്ച് ദൈവസ്നേഹത്തിൽ ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ നമ്മെ എത്രമാത്രം ദൈവസ്നേഹത്താൽ പൊതിയുന്നു എന്ന പ്രൊക്ലമേഷനിലൂടെ മനസ്സിലാക്കി തരുന്നതിനായി പുഷ്പ ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യ 54:10 മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരികയില്ല. ആരെല്ലാം മാറിപ്പോയാലും എന്നും നിലനിൽക്കുന്ന ദൈവസ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എത്ര ശക്തമാണെന്നും അചഞ്ചലമാണെന്നും വ്യക്തിപരമാണെന്നും വ്യവസ്ഥകളില്ലാത്തതാണെന്നും കരുണയുള്ളതാണെന്നും തിരുവചനത്തിലൂടെ ഇന്ന് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഉൽപ്പത്തി 1:26 വചനം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. രൂപമില്ലാത്ത ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തിൽ നിന്നും ആദ്യജാതനായി തീർന്ന മനുഷ്യന്റെ മുഖത്തെ തേജസ് കണ്ട് മനസ്സ് നിറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളാണ് ഇവയെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ എന്നേക്കും നിലനിർത്തുന്നതിനായി പ്രപഞ്ചത്തിന്റെ മനോഹാരിത നിറഞ്ഞ പറുദീസ അവിടുന്ന് അവന് വേണ്ടി ഉരുവാക്കുന്നു. ദൈവമനുഷ്യ പങ്കാളിത്തത്തോട്
സർവസമൃദ്ധിയോടും അധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും വിശിഷ്യ ദൈവിക ജീവനോടും കൂടെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയും പറുദീസായിൽ ദൈവം അവനെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തു. ക്രമേണ ദാനമായി കിട്ടിയ സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർ തിന്മയിൽ വിപതിച്ചത്. മനുഷ്യനെ പിന്തുടർന്ന് സഹായിക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമാണ് നാം പിന്നീട് പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത്. പാപത്തിൽ നിപതിച്ച മനുഷ്യൻ നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി ഫലം ഭക്ഷിച്ച് നിത്യനാശത്തിലായിത്തീരുമെന്ന് മനസ്സിലാക്കിയ ദൈവം അവരെ നിത്യനാശത്തിലാകാതിരിക്കാൻ അവരെ പറുദീസായിൽ നിന്നും പുറത്താക്കുന്നതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായി നാം കാണണം. ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്റെ ഇന്നലകൾ ഇന്ന് നാളെ, അതായത് ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നുവോ ഇന്ന് ഞാൻ എന്താണ്, നാളെ ഞാൻ എന്തായിരിക്കും, ഇതെല്ലാം ദൈവം അറിയുന്നു. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് 40 വർഷക്കാലം മരുഭൂമിയിലൂടെ വഴി നടത്തിയ ദൈവസ്നേഹം, സിംഹക്കുഴിയിൽ സിംഹങ്ങളുടെ സ്പർശനമേൽക്കാതെ ദാനിയേലിനെ സംരക്ഷിച്ച ദൈവം, അതെ ആ ദൈവം എന്റെ ദൈവം, ഏത് പ്രതിസന്ധിയിലും നമ്മെ സംരക്ഷിക്കുന്ന ദൈവസ്നേഹം. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടതാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ മക്കളെ ഉപേക്ഷിക്കുമായിരിക്കാം, പക്ഷെ ഒരിക്കലും മറക്കില്ല. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണെന്നും മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കാൻ കഴിയാത്തതുപോലെ അവിടുത്തെ മക്കളായ നമ്മോട് സ്നേഹം കാണിക്കാതിരിക്കാൻ അവിടുത്തേക്ക് കഴിയുകയില്ല. എനിക്ക് മുൻപേ പോയി എനിക്ക് വാസസ്ഥലം ഒരുക്കാനായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം എന്റെ മുൻപിലുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം? നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴിയൊരുക്കുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിരുന്നു. ദൈവത്തിന്റെ സംരക്ഷണം രാവും പകലും ഒരുപോലെയാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അനുവദിക്കാതെ രാത്രി അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും അവിടുന്ന് എന്റെ മുമ്പേ നടക്കുന്നു. നമ്മെ ഇത്രമാത്രം കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കൂടുതൽ പ്രത്യാശയും ധൈര്യവും പകർന്നു തരുന്നു. ജെറമ്യാ 31:20 വാത്സല്യപുത്രൻ, ഓമനക്കുട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളും സ്നേഹം കൊണ്ട് വിളിക്കാറില്ലേ? മുത്തേ, ചക്കരെ, പൊന്നെ എന്നൊക്കെ. മനുഷ്യന്റെ സ്നേഹത്തിന് കണ്ടീഷൻസ് ഉണ്ട്, എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കണ്ടീഷനുമില്ല. അൺകണ്ടീഷണൽ ലവ് ആണ്. ചിലരൊക്കെ പറയാറില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ. ആത്മാർത്ഥമായി സ്നേഹിച്ചവരുടെ സ്നേഹത്തിന് മുമ്പ് മങ്ങലേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം ഒന്ന് ഓർത്തു നോക്കിക്കേ. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞാൽ ദൈവത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടാവും? വീണ്ടും യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, ഇത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് സമീപസ്ഥനായ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന നിത്യം പരിപാലിക്കുന്ന ഈ ദൈവത്തിന്റെ സ്നേഹം ആവോളം നാം അനുഭവിച്ചറിയണമെന്നും അത് പരസ്പരം പങ്കുവെച്ച് ദൈവ കുടുംബമായി ദൈവരാജ്യമായി ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അവരെ എന്റെ കരങ്ങളിൽ എടുത്തു. നമ്മൾ നമ്മുടെ മക്കളെ കരങ്ങളിൽ എടുത്ത് മാറോട് ചേർത്ത് മുത്തം നൽകി സ്നേഹിക്കാറില്ലേ? നമ്മുടെ കൈപിടിച്ച് പിച്ച വെച്ച് നടത്താനായി മക്കളെ പരിശീലിപ്പിക്കുന്ന ആ സ്നേഹം. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി
പണ്ടൊക്കെ താഴെ ഇരുന്നായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി വരുമ്പോൾ അമ്മ കുനിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു. നാം പരസ്പരം സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. സപ്പോസ് ടാങ്കിലെ വെള്ളം നിറച്ച് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തി വീണ്ടും നമ്മൾ അത് നിറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതെല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ച് തൃപ്തരാകുമ്പോഴാണ്, പങ്കുവയ്ക്കുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. തന്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്ര സ്നേഹമാണെങ്കിലും നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ? അബ്രഹാം തന്റെ പുത്രനെ ബലിയടിക്കാൻ സന്നദ്ധനായി. ദൈവവുമായിട്ട് ഇതുപോലുള്ള ആഴമായ ഒരു സ്നേഹബന്ധമാണ് നമുക്കും വേണ്ടിയത്. ദൈവസ്നേഹത്തിന്റെയും ദൈവിക കരുതലിന്റെയും ആഴം മനസ്സിലാക്കാൻ എന്റെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2021 ദുഃഖ ശനിയാഴ്ച, അന്ന് ഞാൻ ലീവ് എടുത്തു. എനിക്ക് സുഖമില്ലായിരുന്നതിനാല് എപ്പോഴും വൈകുന്നേരമാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് രാവിലെ പള്ളിയിൽ പോയി വരാം. ഞങ്ങളുടെ പള്ളി 2nd ഫ്ലോറിലാണ്. ഞാൻ പള്ളിയിൽ പോയി ആ സ്റ്റെപ്പ് കയറിയപ്പോൾ എന്നെ വല്ലാതെ കിതച്ചു. ഒരു വിധത്തിൽ ഞാൻ പള്ളിക്കുള്ളിൽ കയറി മുട്ടുമേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ എനിക്കും ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്ന എല്ലാവർക്കും ഒരു പൂർണ്ണ വിടുതൽ നൽകണമേ, പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ ഹോളി വാട്ടർ തളിക്കാനായിട്ട് വന്നു. അപ്പോൾ എന്റെ മുഖത്തും തലയിലും ഒക്കെ കൂടുതലായിട്ട് ഹോളി വാട്ടർ വീണു. അപ്പൊ ഞാൻ മനസ്സിൽ കരുതി ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ എന്റെ നെഞ്ചിടിപ്പ് കൂടി, ശരീരം മൊത്തം വിറയ്ക്കുന്നു, അകപ്പാടെ ഒരു അസ്വസ്ഥത. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ എന്റെ അസുഖം കുറയ്ക്കാനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ അസുഖം കൂടുകയാണല്ലോ. ഇന്നത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമേ എന്നെ അങ്ങേ സന്നിധിയിലേക്ക് വിളിക്കാവുള്ളേ എന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എന്റെ സീറ്റിലിരുന്നു. പെട്ടെന്ന് തന്നെ എന്റെ നെഞ്ചിനകത്തൂടെ വലിയൊരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. എങ്കിലും കൈയും കാലും തടുത്തിരിക്കുന്നു, ആ വിറയലും ഉണ്ട്. ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ചു, ശ്വാസം വലിച്ചു വിട്ടു, ശ്വാസം നോർമലായി. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവം എന്നെ തലോടിയ ആ നിമിഷം ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞു. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. എന്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ മറ്റൊരു ദിവസം ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടില്. ഞാൻ പതിപോലെ രാവിലെ എഴുന്നേറ്റു, എന്റെ ജോലി ചെയ്യുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴേ ബെഡ്റൂമിലെ വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ ഓടിച്ചെന്നു, മോളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കി. ഇപ്പൊ മേളിൽ കിടന്ന ഫാന് ബെഡ് വീണിട്ട് താഴോട്ട് വീണു. മോൾ ആ ബെഡിന്റെ അവിടെ സൈഡില് നിപ്പുണ്ട്. എന്റെ ദൈവം എന്റെ മോളെ എടുത്തു മാറ്റിയതാണ്. നോക്ക്, നമ്മള് എത്ര ദൈവത്തിന്റെ ആ കരുതലും സ്നേഹവും നമുക്കൊരിക്കലും വർണ്ണിച്ചാൽ തീരില്ല, മതിയാവില്ല താനും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള ദൈവാനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുകയും വേണം. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മാറാതെ നിൽക്കുന്നത് ദൈവവചനം മാത്രമാണ്. വചനത്തിൽ അധിഷ്ഠിതമായി വിശ്വസിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് ശത്രുക്കളെ പോലും സ്നേഹിച്ച് കുടുംബത്തിൽ സ്നേഹം വിളമ്പി പരസ്പരം ക്ഷമ ചോദിച്ചും ക്ഷമിച്ചും കൊണ്ട് പിതാവായ ദൈവത്തെ പോലെ പരിപൂർണരാകാം. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഒരാളുടെ നേരെയെങ്കിലും നമ്മുടെ ഹൃദയം അടച്ചാൽ ദൈവസ്നേഹത്തിന്റെ പ്രവാഹം കുറഞ്ഞു പോകുന്നു. വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, മറിച്ച് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. നമ്മൾ ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുക. 2025 ഈ പുതുവത്സരവും ജൂബിലി വർഷവുമായ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹവും കരുണയും അനുഗ്രഹവും നിറഞ്ഞ സമാധാനത്തിന്റെയും
സന്തോഷത്തിന്റെയും ജീവിതമായി ഈ വർഷം മാറട്ടെ. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവേൻ, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ഈ സങ്കീർത്തനോട് ചേർന്ന് നമുക്കും ഇത് രുചിച്ചറിയാം. ആമേൻ. ദൈവം നമ്മെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചു പൊതിയുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ വളർച്ചയെക്കുറിച്ചും ആത്മീയ സന്തോഷത്തെക്കുറിച്ചും വചനത്തിന്റെ വെളിച്ചത്തിലും സ്വന്തം അനുഭവങ്ങൾ ചേർത്ത് വളരെ മനോഹരമായി പ്രൊക്ലമേഷൻ ചെയ്ത പുഷ്പ ആന്റിക്ക് നന്ദി. അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതിനായി ഒത്തിരി സ്നേഹത്തോടെ സ്മിത ചേച്ചിയെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്മിത മോൻസി. ഞാൻ ടെക്സസ് ഹ്യൂസ്റ്റണിലാണ്. എൻ്റെ ഹസ്ബൻഡ് 4 മക്കള്. ഞാൻ അനുഭവിച്ചൊരു ദൈവസ്നേഹം, അത് പിതാവായ ദൈവത്തിന്റെ ഒരു സ്നേഹം, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. നമ്മള് യോഹന്നാന്റെ 4:10 പറയുന്നുണ്ട്, നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഈ പാപപരിഹാര ബലിയായിട്ട് നൽകുന്ന ഒരു സ്നേഹത്തെ പറ്റിയാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ പുഷ്പചേച്ചിയുടെ സ്നേഹത്തിന്റെ പല ഡയമെൻഷൻസ് ഇങ്ങനെ കേൾക്കുമായിരുന്നു. എത്ര മനോഹരമാണ് ദൈവസ്നേഹം എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. സ്നേഹം എന്ന വാക്ക് അതിൽ തന്നെ വളരെ മനോഹരവുമാണ്. എന്നാല് ഒരു ബലി കൊടുക്കാനായിട്ട് ഒരു സ്നേഹത്തിന് എങ്ങനെയാ സാധിക്കുക? നമ്മളൊരു സാധനം ബലി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബലി കൊടുക്കണമെങ്കിൽ അതിനെ നമ്മൾക്ക് ബലി കൊടുക്കുന്ന സാധനത്തെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിനേക്കാളും വില കൊടുക്കാൻ പറ്റണം, എന്നാലേ നമുക്കൊരു സാധനം ബലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിതാവായ ദൈവത്തിന് പുത്രനെ ബലി കൊടുക്കുന്നത് എത്രമാത്രം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് 4 മക്കളാണ്. 3ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ഒരു 4ാമത്തെ പ്രഗ്നൻസിക്ക് ഞാൻ റെഡി ആയിരുന്നില്ല. കാരണം എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. 10 മാസവും ഒത്തിരി കോംപ്ലിക്കേഷൻസിന്റെ കൂടെ ബുദ്ധിമുട്ടുകളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു 4ാമതൊരു പ്രഗ്നൻസിക്ക് ഉള്ള ഒരു ധൈര്യമോ ഒരു ഫിസിക്കലായിട്ടൊരു റെഡിനെസ്സോ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷെ എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ചിന്ത, എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ട് എന്നൊരു ശക്തമായ ചിന്ത എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈ ചിന്ത ഈശോയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എനിക്ക് കൃത്യമായ അടയാളങ്ങൾ തരണം. അങ്ങനെ ഈശോ കൃത്യവും വ്യക്തവുമായ 2 അടയാളങ്ങളോട് എന്നോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ കുഞ്ഞിനെ സ്വീകരിച്ചു. 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവര് 4ാമത്തെ കുഞ്ഞുങ്ങൾ സ്പെഷ്യലായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. ഈശോ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടൊക്കെ റിസീവ് ചെയ്യുന്ന കുഞ്ഞാണ്. അപ്പൊ വളരെ സ്മൂത്ത് ഒരു പ്രഗ്നൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്റെ 4ാമത്തെ കുഞ്ഞിന്റെ 20 വീക്സ് അൾട്രാസൗണ്ടിന് ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ പ്രോബ് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നതോടും കുഞ്ഞിന്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറേയധികം കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത് സംസാരിക്കുമ്പോൾ ഒരു സൈഡിൽ ഞാൻ അയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഈശോയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, എന്റെ ജനറ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യണം, കൊച്ചിന് അവരെന്നോട് അബോർഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് കൊച്ചിന് ഇനിയും കോംപ്ലിക്കേഷൻസ് കാണും, ജനറ്റിക് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ചെയ്തിട്ടൊരു തീരുമാനം എടുക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ജനറ്റിക് ടെസ്റ്റ് ചെയ്യത്തില്ല, കാരണം അത് ചെയ്താലും നിങ്ങൾക്ക് കൊച്ചിനെ സുഖപ്പെടുത്താനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം സുഖപ്പെടുത്താൻ ശക്തനായ ഒരു ദൈവമാണ്. ഇനി ദൈവം ആ കൊച്ചിനെ സുഖപ്പെടുത്തിയില്ലെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലില്ല, ഞാൻ അതിനെ വളർത്തും, ഞാൻ അതിനെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്ന് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി. ഞാൻ സെയിം മറുപടി തന്നെ അവരോട് പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലത്തില്ല, എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തുമെന്ന്. പക്ഷെ ഞാൻ വളരെയധികം തകർന്നു പോയി. കാരണം എന്റെ മനസ്സിൽ ഈശോ ഇത്രയും ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് തരിക എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ടു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഞാൻ കയറിയില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പള്ളിയിലേക്ക് ഓടിപ്പോയി. നിത്യാരാധന നടക്കുന്ന ഒരു മെക്സിക്കൻ പള്ളിയുണ്ട് ഇവിടെ, ഞാൻ അവിടേക്ക് ഓടിപ്പോയി. പക്ഷെ അന്നത്തെ ദിവസം എന്തുകൊണ്ട് ഇവിടെ നിത്യാരാധന ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഞാൻ ആ പള്ളി അങ്ങനെ കണ്ടിട്ടില്ല, അത്ര വിജനമായിട്ട്. എനിക്ക് വല്ലാത്തൊരു തോന്നി, ഈശോ പോലെ എന്നിൽ നിന്ന് ഓടി അകന്നി പോയ പോലൊരു
ഒരു ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഓടി. എനിക്ക് ഈശോയെ നിന്നെ കാണാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഓടി ഫ്രണ്ടിൽ വന്ന് എനിക്ക് അകത്തൊരു കെടാവിളക്ക് കാണാം. ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് നിനക്ക് എന്നെയും കാണാം, എനിക്ക് നിന്നെയും കാണാം, നിനക്ക് എന്നൊന്നും അങ്ങനെ ഓടി കളിക്കാൻ പറ്റത്തില്ല, എന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എന്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു ഈശോയോട് പറഞ്ഞു, ഈശോ ഇവളെ സുഖപ്പെടുത്താതെ പറ്റത്തില്ല, കാരണം എന്റെ വിശ്വാസം ഇവിടെ പോകും, കാരണം നീ പറഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനെ സ്വീകരിച്ചത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിലവിളിച്ച് അവിടെ നിന്ന് കരഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. 24 മണിക്കൂർ പോലും പ്രാർത്ഥനയ്ക്ക് തികയാത്ത അവസ്ഥയിൽ പ്രാർത്ഥിച്ചു. ജീസസ് യൂത്തിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് രാത്രിക്ക് 1 മണിക്കൂർ ഞങ്ങൾ ദൈവവചനം പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങള്. എന്നാൽ ഒരു തിങ്കളാഴ്ചയാണ് ഈ ഡയഗ്നോസിസ് നടക്കുന്നത്. ഒരു ഞായറാഴ്ച ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തിയപ്പോൾ ഞാൻ ഈശോയെ കണ്ടു. ഈശോയുടെ വേഷം ഒരു വെള്ള ഉടുപ്പും നീല ഡ്രസ്സ് അറൗണ്ട്, പിന്നെ നെക്കയിലൊക്കെ ഈ ബ്രൗൺസ് കളറിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള ഒരു തരം ഡ്രസ്സായിരുന്നു ഈശോ ധരിച്ചിരുന്നത്. ഈശോനോട് ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താതെ നിനക്ക് തന്നാൽ ഒരു കുരിശിന്റെ വഴിയായിട്ട് നീ എന്റെ കൂടെ വരുമോ എന്ന്. എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഒരു കുരിശിന്റെ വഴിയായിട്ട് നിന്റെ കൂടെ വരുമോ എന്ന്. ഞാൻ ഒരിക്കലും ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യമല്ല അത്. എനിക്ക് നൽകുന്ന, നമ്മളെ കംഫോർട്ട് ചെയ്യുന്ന, സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെ എനിക്ക് പരിചയം. ഇങ്ങനെ വന്ന ഒരു സഹനം ചോദിക്കുന്ന ദൈവത്തെ എനിക്ക് അത്ര പരിചയമില്ല. ഞാൻ വല്ലാതെ അസ്വസ്ഥമായി, എനിക്ക് പേടി തോന്നി. ഞാൻ ഓർത്തു എനിക്ക് വളരെ തോന്നുന്നതായിരിക്കും. അന്ന് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചു ഈശോ പോയിരുന്നെങ്കിൽ, പക്ഷെ ഈശോ പോകാതെ നിൽക്കുകയാണ്, എന്റെ മറുപടി കാത്ത് നിൽക്കുകയാണ്, ഈശോ പോകുന്നതേ ഇല്ല. ഞാൻ വല്ലാതെ ഞാൻ കാത്തിരുന്നു ഈശോ പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ ഈശോന്റെ മറുപടിക്കായിട്ട് കാത്തു തന്നെ നിന്നു. എന്നാൽ പിന്നീട് ഞാനൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്, ഐ ഹാവ് ടു ആൻസർ എന്നൊരവസ്ഥയിലേക്ക്. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, എനിക്ക് ആരോടാ സ്നേഹം കൂടുതൽ, ഈശോയോടാണോ കുഞ്ഞിനോടാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കണം. പക്ഷെ എനിക്ക് സ്നേഹത്തിന്റെ ഒരു എൻഡ് എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. ആരോടാണ് കൂടുതൽ സ്നേഹം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോപ്പ എനിക്ക് ആരോടാ സ്നേഹം എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് ഈശോയോടും കുഞ്ഞിനോടും ഒരുപോലെ സ്നേഹമുണ്ട്, എനിക്ക് ആരോടാ കൂടുതൽ സ്നേഹം, എനിക്ക് സ്നേഹത്തിന്റെ എൻഡ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. അപ്പോൾ എന്റെ മുമ്പിലേക്ക് ഒരു ത്രാസ് ഇറങ്ങി വന്നു. സ്നേഹം അളന്നു നോക്കുന്ന ഒരു ത്രാസായിരുന്നു അത്. അതിൽ ഒരു വശത്ത് എന്റെ കൊച്ചിനോടുള്ള സ്നേഹവും മറുവശത്ത് ഈശോയോടുള്ള സ്നേഹവും എന്റെ മുമ്പിൽ തൂക്കി നോക്കാൻ തുടങ്ങി. എന്റെ മുമ്പിൽ ഇങ്ങനെ ക്ലാസ് മൂവ് ചെയ്യുന്ന വളരെ ചങ്കിടിപ്പോടെ ഞാൻ നോക്കി നിന്ന്, എനിക്ക് ആരോടാ കൂടുതൽ സ്നേഹമെന്ന്. കുറച്ച് സ്നേഹം ഈശോയ്ക്ക് കൂടുതലായിട്ട് ക്ലാസ് പോയി നിന്നു. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ഞാൻ ഈശോനെ നോക്കി നിൽക്കുകയാണ്, ഞാൻ എന്താണ് മറുപടി പറയുന്നതെന്ന് അറിയാൻ. ഞാൻ ഈശോയോട് പറഞ്ഞു, നീ കുരിശിന്റെ വഴിക്ക് പോയപ്പോ 3 പ്രാവശ്യം വീണെങ്കിൽ ഞാൻ 1000 പ്രാവശ്യം വീഴും. എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ നോ എന്ന് പറയില്ല, യേസ് എന്ന് ഞാൻ അവിടെ പറഞ്ഞില്ല. എനിക്ക് യേസ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞില്ല, ഞാൻ നോ എന്ന് പറയില്ല അത്. പിന്നീട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ അതുവരെ ഞാൻ ഈ ഒരു സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതിനെ കൊണ്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിച്ചില്ല, ഇതിന്റെ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയൊക്കെയുള്ള. അപ്പൊ ഞാനിങ്ങനെ ഗൂഗിൾ എടുത്ത് വെച്ച് ഇതൊക്കെ അന്വേഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി വരാൻ തുടങ്ങി. എന്റെ കൊച്ചു കടന്നു പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ഭയം എന്നെ കാർന്നു തിന്നാൻ തുടങ്ങി. ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് പേടിയാണ് ഇതിനകത്തൂടെ കടന്നു പോകാൻ, ഞാൻ എങ്ങനെ കടന്നു പോകും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും ഈശോയെ കണ്ടു. ഇപ്പോൾ ഞാൻ ഈശോയെ കാണുന്നത് ഗത്സമനയിലാണ്. ഗത്സമനയിലെ ഒരു വേദന എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗത്സമന ഇത്രയും ആഴമുള്ളതാണെന്ന്. ഞാൻ വാവിട്ട് കരഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോപ്പ നിന്റെ ഗത്സമന ഇത്രയും ആഴമുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന്. ഞാൻ കുരിശിന്റെ വഴി ഒക്കെ ചൊല്ലുമ്പോ നമ്മൾ ഗത്സമനയില് പറയുമ്പോ ഈശോ രക്തം വീർത്തുന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അത് ഇത്രമാത്രം ആഴമുള്ളതാണെന്ന് ആ വേദന എന്റെ ശങ്കിലേക്ക് അടിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ മുമ്പിലേക്ക് നീട്ടപ്പെട്ട ഒരു കുരിശിനെ നോക്കി നമ്മൾ പേടിയോടെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾക്ക് കുരിശിന്റെ വഴി അതിങ്ങനെ തുടങ്ങുമ്പോൾ അതിങ്ങനെ കുറച്ചൊക്കെ കടന്നു പോകും. പക്ഷെ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, പ്രത്യേകിച്ചും സെന്റ് കാതറിനിലൂടെയൊക്കെ ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. ഈശോ മരിക്കുന്ന ഈ കുറച്ച് മനുഷ്യരൊന്നും ഈശോ അറിയുകയോ സ്നേഹിക്കുകയോ പോലും തിരസ്കരിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഈശോ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ വേദനയൊക്കെ ഈശോ അനുഭവിക്കുന്നത് സെന്റ് കാതറിനിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണ് അവൻ ബലിയാകാൻ പോകുന്നത്. എന്നിട്ടും സ്നേഹം ഈ ബലിക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. പിതാവിനോടുള്ള സ്നേഹം, നമ്മളോടുള്ള സ്നേഹം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഈ പിതാവായ ദൈവത്തിന് ഈ കുരിശിന്റെ വഴി എത്ര എളുപ്പമായിരുന്നു എന്ന്. ഒരു പുത്രനെ ബലി കൊടുക്കാനായിട്ട് ഒരു പിതാവിന്, ഞാനൊരു അവസ്ഥയോടെ കടന്നു പോയപ്പോ ഒരു അമ്മയ്ക്ക് ഇത് എളുപ്പമല്ല, ഒരു പിതാവിന് അത് എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവിന്റെ സ്നേഹം
പുത്രൻ പിതാവിനോട് ഇങ്ങനെ കരഞ്ഞു ചോദിക്കുകയാണ്, ഏറ്റവും തന്റെ സ്വന്തം ഏകജാതൻ കരഞ്ഞു ചോദിക്കുകയാണ്, ഈ പാനപാത്രം ഇതിൽ നിന്ന് മാറ്റപ്പെടുമോ എന്ന്. എന്നാൽ പിതാവിന്റെ ഹൃദയം പിതാവിനെ കഠിനമാക്കേണ്ടതുണ്ട്. പിതാവ് ആൻസർ എല്ലാത്തിനും ശക്തനായ ഒരു ദൈവം നിസ്സഹായമായ സ്നേഹത്തോടെ പുത്രനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് വളരെ കഠിനമാണ്, വളരെ ഡിഫിക്കൽട്ട് ആണ്, ഹാർഡ് ടു ഗോ ത്രൂ. പക്ഷേ പിതാവ് ഒരു നിമിഷം പോലും തന്റെ ശക്തി അവിടെ ഒന്നും പ്രകടമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. തന്റെ ശക്തി ഉപയോഗിച്ച് പുത്രനെ വിടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പുത്രനും തന്റെ ശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും ഈ കുരിശിന്റെ വഴിയിലും ഈ ഗത്സമനയിലും ഈ കാൽവരിയിലും എല്ലാം സ്നേഹിക്കുകയായിരുന്നു. പിതാവും പുത്രനും കൂടെ നമ്മളെ സ്നേഹിക്കുകയായിരുന്നു. ഈ കാൽവരിയും ഗത്സമനയും ഒക്കെ കടന്നു പോകുമ്പോൾ ബലിയായി തീരുന്നത് പുത്രൻ മാത്രമല്ല, പിതാവിന്റെ സ്നേഹം കൂടിയാണ്. പുത്രനെ കാരിരുമ്പാണി കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ, പുത്രനെ പീലാത്തോസിന്റെ വീട്ടിൽ ചമ്മട്ടികളും കൊണ്ട് അടിക്കുമ്പോൾ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം സഫർ ചെയ്യുകയായിരുന്നു. സ്നേഹത്തിന് സഫറിങ്ങിനും സ്നേഹം എന്നൊരു അർത്ഥമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് ഈ കാൽവരിയും കുരിശിന്റെ വഴിയും ഒക്കെ. കാൽവരിയില് 3 നാണികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പിതാവിന്റെ സ്നേഹം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹം ഇന്നും നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ഇന്നും വസിക്കുന്നുണ്ട് സ്നേഹബലിയായിട്ട്. ഇനി നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് ആ കുരിശിലേക്കൊന്ന് നോക്കാം. അവിടെ തൂങ്ങിക്കിടക്കുന്നത് പിതാവിന്റെ സ്നേഹം കൂടിയാണ്. ഈ 3 നാണികളിൽ ഇങ്ങനെ തൂങ്ങിയാടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ ഈശോയുടെ ബലിയിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കണം. അപ്പൊ ഞാനൊരു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ തന്റെ ഏകജാതനെ നൽകി നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിലും ഒരുപക്ഷെ സ്നേഹം അളന്നു തൂക്കപ്പെട്ടിട്ടുണ്ടാവുന്ന ചിലപ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. എന്നെയാണോ, ഈ സ്വപുത്രനെയാണ് പിതാവിന് കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഈ പിതാവിന്റെ മുമ്പിൽ ഈ സ്നേഹം സഫർ ചെയ്തപ്പോഴാണ് ബലി ഉണ്ടായത്. ഈ ബലിയെ നമുക്ക് സ്നേഹിക്കാം. ആമേൻ. ദൈവസ്നേഹം മറികടക്കുവാൻ ഭൂമിയിൽ പിറന്ന ഒരു മനുഷ്യന് സാധിക്കില്ല. ദൈവം ഭയപ്പെടുത്തുന്ന ന്യായാധിപനല്ല. ദൈവം സ്നേഹമാണ്. ദൈവം അപ്പനാണ്. അതിനു മുമ്പിൽ മനുഷ്യൻ കീഴടങ്ങും. കാരണം ദൈവം നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറം നമ്മെ സ്നേഹിക്കുന്നു. തന്റെ ജീവിത അനുഭവത്തിലൂടെ പങ്കുവെച്ച സ്മിത ചേച്ചിക്ക് ഹൃദയത്തിന് നിറവിൽ നന്ദി. യോന 4:2. അവിടുന്ന് ദയാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ അറിയുവാനും ഗ്രഹിക്കുവാനും സ്ലൈഡ് പ്രസന്റേഷനായി ഡോക്ടർ AJ അഗസ്റ്റിൻ അങ്കിളിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണേ, മാറ്റണേ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പുമൊക്കെ നാം കാണുകയും അത് അനുഭവിച്ചവരുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുകയുമായിരുന്നു. ഇനിയുള്ള ഏതാനും നിമിഷങ്ങള് ഈ ദൈവസ്നേഹം വചന ഭാഗത്തിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എങ്ങനെയാണ് ഇതൾ വിരിഞ്ഞതെന്ന് നാം ഒന്ന് ശ്രദ്ധിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹം മാത്രമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. വചനം ദൈവ നിവേശിതമായതുകൊണ്ട് തന്നെ അത് സത്യവുമാണ്. പിതാവായ ദൈവം
നമ്മയോടൊക്കെ ആവശ്യപ്പെടുന്നത് എൻ്റെ ഈ സ്നേഹം നീ അനുഭവിക്കണം, നീ അനുഭവിച്ചാൽ മാത്രം പോരാ, പങ്കുവയ്ക്കണം. എന്നിട്ട് ഞാനും നീയും നിന്റെ കുടുംബവും ഒക്കെ ഒരു ദൈവ കുടുംബമായിട്ട് ജീവിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങള് വ്യക്തിപരമായിട്ട് അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ നീയും എന്നോടൊപ്പം ഈ കുടുംബത്തില് എന്നെ അറിയുന്ന, നിന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. നാം പുഷ്പയിലൂടെ കേട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ഇന്നലകൾ എന്തായിരുന്നു എന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു, നാളെ എന്താകും എന്നും എൻ്റെ ദൈവത്തിനറിയാം. നമുക്ക് എപ്പോഴും ഒരു സംശയം ഉദിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആദത്തെയും ഹവ്വയെയും ഏദനിൽ നിന്ന് പുറത്താക്കിയത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കും? നാം മനസ്സിലാക്കേണ്ടത് വീഴ്ചകളിലും തള്ളിക്കളയാത്ത ഒരു സ്നേഹം അവിടെ ഉണ്ട്. നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ, നന്മതിന്മയുടെ ഫലം ഭക്ഷിച്ച ആദ്യ മാതാപിതാക്കള് കൈനീട്ടി നടുവിലെ വൃക്ഷത്തിൽ നിന്ന് നിത്യജീവന്റെ ഫലം കൂടി അനുഭവിച്ചാൽ ഇപ്പോൾ തന്നെ നന്മയും തിന്മയും എന്താണെന്ന് അറിഞ്ഞ് നാശത്തിലായിരിക്കുന്ന ആ തൻ്റെ മക്കള് അമരന്മാരായിട്ട്, മരണമില്ലാത്തവരായിട്ട് ദൈവത്തെ പോലെ ആകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരു നിത്യനാശത്തിലെ, നിത്യനരകത്തിന്റെ ആളുകളായിട്ട്, പിശാചുക്കളായിട്ട് അവർ മാറുന്നത് പിതാവായ ദൈവത്തിന് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തതായിരുന്നത് കൊണ്ട് അവർ ചെയ്ത കുറ്റത്തിന് അവരെ ശിക്ഷ എന്നുള്ള രീതിയിൽ എല്ലാത്തിന്റെ അധിപരായിട്ട് സർവ്വ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനായിട്ട് അനുവദിച്ച ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവർ തിരിച്ചു വന്ന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നുകരാതിരിക്കുവാൻ അവിടെ കെരൂബുകളെ കാവൽ നിർത്തുന്നതായിട്ടും കറങ്ങുന്ന വാൾ സ്ഥാപിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സംശയിക്കരുത്, ആദത്തെയും ഹവ്വയെയും ഏദത്തിൽ നിന്ന് പുറത്താക്കിയത് ദൈവത്തിന്റെ സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യമാണെന്ന്. മറിച്ച് അത് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു. നിത്യനാശത്തിലായി നിത്യനരകത്തിന് അവകാശികളായിട്ട് മാറാതിരിക്കുവാൻ, അവരമരരാകാതിരിക്കുവാൻ ദൈവം അവർക്കോട് ചെയ്ത ഏറ്റവും വലിയ സ്നേഹമായിട്ട് അതിനെ കാണുന്ന, അവിടെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 16-ാം അധ്യായം 8-ാം വാക്യത്തില് ദൂതൻ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് ചോദ്യം. നോക്കുക, സാറായിയുടെ ദാസിയാണ് ഹാഗാർ എന്ന് ദൈവത്തിന് അഡ്രസ് വെച്ച് പറയാൻ പറ്റും. എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നുവെന്നും സർവശക്തനായ ദൈവം അറിയുന്നുവെങ്കിലും അവളോട് തനിക്കുള്ള വ്യക്തിപരമായ സ്നേഹം കാണിക്കുവാനായിട്ട് തൻ്റെ യജമാനത്തിയുടെ അനിഷ്ടത്തില് വീട്ടിൽ നിന്നും പുറത്താക്കിയ ഹാഗാറ് കരഞ്ഞു നിൽക്കുമ്പോൾ ആ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവന്റെ ദൂതൻ പറയുകയാണ്, നീ തിരിച്ച് നിന്റെ യജമാനത്തിയുടെ അടുത്തേക്ക് പോകണം. അവിടെയും ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ് നാം കണ്ടത്. പൂർവ്വ ജോസഫിനെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 45-ാം അധ്യായങ്ങൾ, 40 മുകളിലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ജോസഫിനെ തന്റെ സഹോദരന്മാര് തന്നെ അവനിൽ അസൂയ ഉദിച്ചിട്ട് അവർക്ക് അവനോട് വെറുപ്പ് തോന്നി. കാരണം അവൻ എല്ലാവരുടെയും ഒരു
മുൻപില് അല്ലെങ്കിൽ എല്ലാ സഹോദരന്മാരും കുമ്പിടത്തക്ക രീതിയിൽ വളരും എന്നൊക്കെ സ്വപ്നത്തിലൂടെ പറഞ്ഞപ്പോഴേ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ കൊന്ന് അവന്റെ സ്വപ്നം എങ്ങനെ ഫലിക്കുമെന്ന് നോക്കാമെന്ന് പറയുന്ന സഹോദരന്മാരെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 40 കഴിഞ്ഞിട്ടുള്ള അധ്യായത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരു സഹോദരന്റെ ഒരു ചെറിയ കരുണയുടെ ഒരു പൊടി കൊണ്ടും അതുപോലെ തന്നെ ദൈവത്തിന്റെ പദ്ധതി അവനെ പറ്റിയുള്ളത് വളരെ കൃത്യമായി ദൈവത്തിന് അവൻ നാളെ ആരാകുമെന്നറിയാവുന്നത് കൊണ്ട് ഈജിപ്തിൽ നിന്ന് വന്ന കച്ചവടക്കാർക്ക് 20 വെള്ളി നാണയത്തിന് വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ജോസഫ് ഫറവോയുടെ നാട്ടില് പോത്തിഫറിന്റെ വീട്ടിലെ കാര്യസ്ഥനാവുന്നതും അവിടെ വെച്ച് വീണ്ടും അവന്റെ സഹനപർവ്വത്തിലൂടെ കടന്നുപോയി അവൻ കാരാഗൃഹത്തിലാകുന്നതും സ്വപ്നം വിവരിക്കുന്നതും, അങ്ങനെ ഫറവോയ്ക്ക് സ്വപ്നമുണ്ടായപ്പോൾ തന്റെ പാനപാത്ര വിചാരകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഫറവോയുടെ അടുത്തിൽ വരികയും ഫറവോ കണ്ട സ്വപ്നത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ ഇതിന് മുകളിൽ ദൈവമുള്ള ഒരു മനുഷ്യനെ നമുക്ക് എവിടെ അന്വേഷിക്കാൻ പറ്റും? അതുകൊണ്ട് നീ തന്നെ ആയിരിക്കും ഈ ക്ഷാമകാലത്തും അതുപോലെ തന്നെ ക്ഷാമമില്ലാത്ത 7 വർഷങ്ങളിലും എന്നെ അല്ലെങ്കിൽ ഈജിപ്തിലെ ജനത്തിനെ കാക്കേണ്ടതെന്നുള്ള ദൈവത്തിന്റെ കരുതല് ജോസഫ് വഴി നടത്തുകയും, പിന്നീട് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തന്റെ സഹോദരന്മാര് ധാന്യം വാങ്ങാനായി വരുമ്പോൾ പൂർവ്വ ജോസഫ് അവരുടെ മുമ്പിൽ അവനെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ സഹോദരന്മാര് ഭയപ്പെട്ട് കരഞ്ഞ് ബുദ്ധിമുട്ടുന്ന സമയത്ത് അവരോട് ജോസഫ് പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചതാണ്, അല്ലാതെ നിങ്ങൾ ചെയ്തത് ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ആ തരത്തിൽ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തെ നമ്മള് പൂർവ്വപിതാവായ ജോസഫിൽ കാണുന്നുണ്ടെങ്കിൽ, മോശ നമുക്കറിയാം, മോശ കൊച്ചുകുട്ടികള് സംശയം പറയുന്നത് പോലെയും ഓരോ കാര്യത്തിന് വാശി പിടിക്കുന്നത് പോലെയും പറയുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങള് ഈ ജനം ഇസ്രായേൽക്കാര് മറ്റേത് ജനത്തെക്കാളും ശ്രേഷ്ഠമാണെന്നും വ്യത്യസ്തരാണെന്നും ഏവർക്കും മനസ്സിലാവും, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. കർത്താവ് മോശയോട് പറയുകയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. സ്നേഹമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ഇന്നും ഇതുപോലെ നന്നായി അറിയാവുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നോക്കുക, മറുതലിച്ച് ദൈവത്തിനെതിരെ പല പ്രാവശ്യം പിറുപിറുത്ത ആ ജനത്തിനെ അവരുടെ കൂടെ നടന്ന് പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലം എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. നാം പ്രഘോഷണത്തിൽ കേട്ടതാണ്, പകല് മേഘസ്തംഭമായിട്ട് അവർക്ക് കരുതലായി, അവർക്ക് തണലായി, രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ട് അവർക്ക് വെളിച്ചമായി, വീണ്ടും അവർക്ക് കരുതലായിട്ട് ദൈവം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അവർ മറുതലിച്ച് നിന്നപ്പോഴും. നമ്മുടെ വ്യക്തിപരമായി ദൈവത്തോടുള്ള അടുപ്പം നോക്കിയിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്, അത് അചഞ്ചലമാണ്, അത് ദൈവം സ്നേഹമാണ് എന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്നു. പാറയിൽ നിന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാറയിൽ നിന്ന് മോശയുടെ കയ്യിലുള്ള ഒരു വടി അടിക്കുമ്പോൾ ജലം, കുടിക്കാൻ പറ്റുന്ന ജലം, അതുപോലെ പരാതി പറയുന്ന, ഈജിപ്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ധാരാളം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇറച്ചി അവിടെ സുഭിക്ഷമായിരുന്നു എന്ന് പറയുമ്പോൾ 40 വർഷത്തേക്ക് കൊത്താലമ്പാരി പോലെയും തേൻ ചേർത്ത അപ്പം പോലെയും എന്ന് പറയുന്ന മന്ന അവർ ഭക്ഷിച്ചെന്നും അവർക്ക് കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു എന്നും
നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. ജോഷുവ മോശ മരണപ്പെട്ടതിന് ശേഷം ഇസ്രായേൽക്കാർക്ക് 12 ഗോത്രങ്ങൾക്കായിട്ട് ഹിത്യരുടെയും അമോന്യരുടെയും ഒക്കെ ആ സ്ഥലം വീതിച്ചു കൊടുക്കാനായിട്ട് ദൈവം നിശ്ചയിച്ച ആള്. ജോഷുവയുടെ കൂടെയും ദൈവം സഞ്ചരിച്ചിരുന്നത് മോശയോട് കൂടെ ആയിരുന്നു എന്നതുപോലെ തന്നെയാണെന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം അവനൊരു ഉറപ്പ് കൊടുക്കുകയാണ്. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. നോക്കുക, അവന്റെ സ്നേഹം അചഞ്ചലമാണ്. സങ്കീർത്തകൻ പറയുകയാണ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അങ്ങനെ എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന, കാണുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നമ്മെ അവന്റെ ഉള്ളം കയ്യിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. ഉള്ളം കയ്യിലുള്ളത് എപ്പോൾ വേണമെങ്കിലും ഏതവസ്ഥയിലും നമുക്ക് കാണാം. അത് കൈയുടെ പുറകിലല്ല, ഉള്ളം കയ്യിലാണ് നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശയ്യാ പുസ്തകം നമ്മളോട് പറയുന്നത്. അത് സത്യമാണ് താനും. നല്ല പദ്ധതി ഒരുക്കുന്ന ഒരു സ്നേഹമുള്ള ദൈവമാണ് നമുക്കുള്ളത്. കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നോക്കുക, 1 സാമുവേൽ 15:29 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ മഹത്വമായി ഇവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ മഹത്വമായ ദൈവം ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ പുറത്തേക്ക് കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം, അവരെ പറ്റി ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ആയിരുന്നു എന്നും അവരുടെ ശുഭമായ ഭാവിക്കും പ്രത്യാശയും നൽകുന്നതാണെന്നും നാം പിന്നീട് വായിക്കുന്നുണ്ട്. യോനായുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ 2-ാമത്തെ 4 അധ്യായങ്ങൾ മാത്രമുള്ള ആ പുസ്തകത്തിലെ യോന ദൈവത്തോട് പറയുകയാണ്, എനിക്കറിയാമായിരുന്നു അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനയുടെ കഥ നാം ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. താർശിഷിലെ കപ്പലിൽ കയറി നിനിവേയിൽ പോയി അവരോട് അനുതപിക്കണമെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോഴേ ദൈവത്തിൽ നിന്ന് ഓടി അകലാൻ പോയവനെ താർശിഷിലെ കപ്പലിലെ കടലിൽ വലിച്ചെറിയപ്പെട്ട് തിമിംഗലത്തിന്റെ ഉദരത്തിൽ 3 ദിവസം അവൻ ആയിട്ട് തിരിച്ച് അവനെ നിനിവയിൽ കൊണ്ടിട്ട ആ ദൈവം, അവൻ ഇവരെ ഇപ്പൊ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിനിവേ നിവാസികള് യോനായുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴ് ദൈവം ആ ശിക്ഷ പിൻവലിച്ചു എന്നറിഞ്ഞപ്പോഴ് യോന പറയുകയാണ്, എനിക്കറിയാമായിരുന്നു അങ്ങ് ദയാലുവാണ്, കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, അതുപോലെ തന്നെ ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ പറ്റിയല്ലേ ഇത് പറഞ്ഞത്? നാം ചെയ്തു പോകുന്ന അകൃത്യങ്ങള് ഏതൊക്കെ എത്ര കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കുന്ന, നമ്മെ അതുമാത്രം സ്നേഹിക്കുന്ന അനന്തവും അചഞ്ചലവുമായിട്ടുള്ളൊരു സ്നേഹം. ഇവിടെ നാം വായിക്കുന്നു, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22, 23 വാക്യങ്ങളിലും നാം ഇപ്രകാരം തന്നെയാണ് വായിക്കുക, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഇന്നലെ സ്നേഹിച്ചതുപോലെയല്ല. ഇന്നലെ എന്തായിരുന്നു എൻ്റെ അവസ്ഥ, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, എൻ്റെ ഏതവസ്ഥയിലും പുതുതായ ഒരു സ്നേഹമാണെന്ന് വിലാപത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഓരോ ദിവസത്തെയും എൻ്റെ ജീവിതത്തെയും നേരിട്ട് കണ്ട്, എന്നിട്ടും എൻ്റെ അകൃത്യങ്ങളെ എണ്ണാൻ കഴിയാത്തത്ര വലുതാണെങ്കിലും അത്രയും ഉണ്ടെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ഞാൻ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയുന്ന
അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് ജെറമ്യായുടെ പുസ്തകത്തിൽ, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? ഇവിടെ സങ്കീർത്തനം 139:8 നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്, ഞാൻ പ്രഭാതത്തിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവ് ചോദിക്കുകയാണ്, അതുകൊണ്ട് നിന്റെ ഇന്നലകളെയും ഇന്നും നാളെ നീ എന്താ ചെയ്യാൻ പോണതെന്നും എനിക്കറിയാം. ഞാനത് തൂക്കി നോക്കിയല്ല സ്നേഹിക്കുന്നത്. പിന്നെ എപ്രകാരമാണ്? അമ്മയെ പോലെ സ്നേഹിക്കുക. ഇനി അമ്മ മറന്നാലും പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ എന്നൊക്കെ മനുഷ്യ സഹജമായിട്ട് ചോദിച്ചിട്ട് പറയുകയാണ്, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എത്ര ആശ്വാസപ്രദമായിട്ടുള്ളൊരു വാക്കാണ്. അമ്മയ്ക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ആനുകാലിക സംഭവങ്ങളിൽ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടാലും, നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോൾ ഒരു പെറ്റമ്മയ്ക്കും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്താൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് മാറാത്ത വചനമായിട്ട് നമുക്ക് നിൽക്കുകയാണ്. നമുക്ക് നമ്മൾ മനുഷ്യ കുലത്തിൽ ജീവിച്ച് മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് ഇങ്ങനെ വളരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നതിൽ അധികമായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. എങ്ങനെയാ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് നമുക്കറിയാം. നമ്മളൊക്കെ ആ സ്നേഹം അനുഭവിച്ച് വളർന്നവരാണ്, ജീവിക്കുന്നവരാണ്. മക്കളെ അവര് കരങ്ങളിലെടുത്ത് തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് ഉമ്മ നൽകി ആണ് സ്നേഹിക്കുന്നതെങ്കിൽ, ഇവിടെ കർത്താവ് പറയുകയാണ്, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടതുപോലെ, ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുക്കും. യെശയ്യാ 40:11 പറയാണ്, അവിടെ നാട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നാം ഓരോരുത്തരും ഈ ആട്ടിൻപറ്റത്തിലെ ആട്ടിൻകുട്ടികളായിരുന്നപ്പോഴ് നമ്മുടെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ചാണ് അവൻ നമ്മളെ കൊണ്ടുപോയത്. നമ്മളുടെ മുതിർന്നവരെയൊക്കെ അവൻ സാവധാനം നയിച്ച് അവരെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് അവർക്ക് സ്വയം നടക്കാൻ കഴിവില്ലാത്ത സമയത്ത് അവരെ കൈപിടിച്ച് വീഴാതെ തട്ടാതെ നമ്മൾ കൊണ്ടു നടക്കുന്നെങ്കിലേ, ഇത് നോക്കുക, വചനം പറയുന്നത് എന്താണ്? ഹോസിയ 11:3 എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, നിങ്ങൾ മനുഷ്യർ ചെയ്യുന്നതെല്ലാം വേണ്ടി ഞാൻ ചെയ്യും. യെശയ്യാ 30:21 പറയുകയാണ്, നമ്മുടെ മനസാക്ഷിയുടെ സ്വരം, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവം നമ്മുടെ കൂടെ നടക്കുകയാണ്. ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ആകാശത്തിൽ കയറിയാലും പാതാളത്തിൽ ഇറങ്ങിയാലും അവിടെ ഉണ്ടെന്ന് പറഞ്ഞവൻ മാത്രമല്ല, നീ ഏത് വഴിയെ പോകണമെന്നുള്ളത് നിന്റെ കാതുകൾ നിന്റെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ആ സ്വരത്തിനനുസരിച്ച് നീ ജീവിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ അവർ പ്രാപ്തരാകുന്നിടം വരെ, തനിയെ കഴിക്കാൻ പ്രാപ്തരാകുന്നത് വരെ നമുക്ക് ഭക്ഷണം വാരി തന്നാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, ഹോസിയ 11:4 പറയാണ്, ഞാൻ കുഞ്ഞിന് അവർക്ക് ഭക്ഷണം നൽകി. നമ്മെ അങ്ങനെ സ്നേഹിക്കുന്ന, അല്ലെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആരെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ടാവും. നമ്മുടെയൊക്കെ ചിന്ത നന്മ ചെയ്യുന്നവരെ ദൈവം സ്നേഹിക്കുന്നുണ്ടാവും, യാതൊരു സംശയമില്ല. പക്ഷെ എന്നെ പോലെയുള്ള പാപിയെ, ഞാൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്ന സമയത്ത് ചിലപ്പോൾ ദൈവം സ്നേഹിച്ചേക്കാം. അതോ ഇനി ഒരു തെറ്റും ചെയ്യാത്തവരെയാണോ ദൈവം സ്നേഹിക്കുക? ആകെ ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം തരുന്നത്, ദൈവം ഞാൻ ഏതവസ്ഥയിലായിരുന്നാലും, എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ദൈവം യാതൊരു വ്യവസ്ഥയും വെക്കാതെ പാപം ചെയ്യരുതെന്ന് നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട്. പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്നല്ല പറഞ്ഞത്. യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയില് അവന്റെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ദൈവം ആദി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടതും പ്രവർത്തിച്ച് കാണിച്ചതും, വെയിലാറുമ്പോൾ പറുദീസയിൽ അവരുടെ കൂടെ ഉലാത്തുന്ന അതുപോലെയുള്ള വ്യക്തിപരമായ ഒരു സ്നേഹം അത് അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒരു ദൈവ കുടുംബമായിട്ട് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന്
നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പ പറയുകയാണ്, ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരരാണ്. ഈ ഭൂമി അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുഭവനമാണ്. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമ്മളൊക്കെ അവന്റെ മക്കളാണ്. ഏകപുത്രനായിട്ടുള്ള ആ പുത്രന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ദൈവ കുടുംബമായിട്ട് കഴിയണം. അത് തന്നെ ഇപ്പോൾ മാർപ്പാപ്പായിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കുവാൻ അവകാശമുള്ളതും ഞാൻ എല്ലാവർക്കുമായി നൽകിയിരിക്കുന്നതുമാണ്. കാരണം നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളാണ്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം സഹോദരരാണ്. ഈ ഭൂമിയാണ് നിങ്ങളുടെ പൊതു ഭവനം. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ വരുന്ന ഒരാഴ്ച മുഴുവൻ ദൈവത്തിന്റെ അപരിയമായ ഈ സ്നേഹത്തെ പറ്റി കൂടുതൽ വചനത്തിലൂടെ ധ്യാനിക്കുകയും അങ്ങനെ സ്നേഹിച്ച് അത് പങ്കുവച്ച് ഒരു ദൈവ കുടുംബമായിട്ട് മാറുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ മിശോ കുടുംബത്തിലെ അംഗങ്ങൾക്കും മിശോ കുടുംബത്തിലൂടെ സുശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിലുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ഈ വരുന്ന ഒരാഴ്ച മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കുമ്പോൾ ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്തി മനോഹരമായി സ്ലൈഡ് പ്രസന്റേഷൻ കാഴ്ചവെച്ച അഗസ്റ്റിൻ അങ്കിളിന് നന്ദി. അടുത്തതായിട്ട് മിസ്സിയോ കുടുംബാംഗങ്ങൾക്കായിട്ടുള്ള ചില അറിയിപ്പുകളാണ്. ഒന്നാമതായി, മിസ്സിയോ പ്രിലിംസ് ബാച്ച് 16ന്റെ മെയിൻ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് പോളുമായി ഈ നമ്പറിൽ 90 37 20 16 51 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതാണ്. രണ്ടാമതായി, സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജ് ആയിട്ടോ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. അടുത്തതായി, ഓൺലൈനായി നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഫെബ്രുവരി 7 മുതൽ 12 വരെ കറുക്കുറ്റി മിസിയോ ഭവനത്തിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 90 61 95 42 30 എന്ന നമ്പറിലോ 70 12 57 45 57 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി, ജാനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ തൃശൂർ വേലൂരിൽ വെച്ച് ഹോളി മാഗി സിസ്റ്റേഴ്സിന് വേണ്ടി മിസിയോ ടീം നയിക്കുന്ന ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. അടുത്തതായി, മിസിയോ ഭവനത്തിൽ 1 or 2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കും ഒക്കെയായിട്ട് മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. അടുത്തതായി, മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. അത് PDF ഫയൽ ആയിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മളൊരു മിഷൻ ആണെന്ന ബോധ്യം ഉതങ്ങുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കണമെന്ന് ശ്രദ്ധിക്കുന്നു. അടുത്തതായി, അനോണിമസ് ആയി ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനും ആരും നിങ്ങളെ വിളിക്കുന്നില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിനായി ആലിസ് ഉടയാന്റിയെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ദൈവത്തിന് സ്തുതി. ഒത്തിരി സന്തോഷം. താങ്ക് യു ജാസ്മിൻ. നമ്മള് ഇന്ന് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒന്നാമത്തെ വിഷയമാണ് എടുത്തല്ലേ. ദൈവം നമ്മളെ എല്ലാരെയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന വിധം വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നും ആ സ്നേഹം നമ്മളെല്ലാവരും അനുഭവിച്ച് പങ്കുവെച്ച് ഇവിടെ ഒരു ദൈവ കുടുംബമായി ദൈവരാജ്യമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ആ പ്രൊക്ലമേഷനിലൂടെയും ടെസ്റ്റിമണിയിലൂടെയും പ്രസന്റേഷനിലൂടെയും എല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഇതിനൊക്കെ നമ്മുടെ പ്രത്യുത്തരം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്ക് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും നമ്മൾ എടുത്ത് കഴിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രത്യുത്തരം ആ സ്നേഹം എനിക്ക് അനുഭവിക്കണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. ദൈവത്തിന്റെ സ്നേഹം നിരന്തരം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം അതിനെ ബ്ലോക്ക് ആക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ക്ഷമകേടോ പരസ്പരമുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന് നമ്മൾ ഒഴുകി ഇറങ്ങി വന്ന് നമ്മളെ നിറഞ്ഞ് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ പറ്റാതെ വരും. അപ്പം ഒന്ന് പരിശോധിച്ചിട്ട് ഈ ഒരാഴ്ച നമ്മൾ ചെയ്യുന്ന ഒരു എക്സർസൈസ്, അതായത് എൻ്റെ ജീവിതത്തിൽ എന്നോട് അകൽച്ചയുള്ള, എനിക്ക് അകൽച്ചയുള്ള, അതായത് എനിക്ക് ക്ഷമിക്കാനുള്ള, എനിക്ക് ക്ഷമ ചോദിക്കാനുള്ള ആളുകളെയൊക്കെ ഒന്ന് ചിന്തിച്ച് അവരുടെയൊക്കെ പേരുകളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ദൈവമേ അവരെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ, അവരെയൊക്കെ അനുഗ്രഹിക്കണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ അവരെയൊക്കെ ദൈവ സ്നേഹത്തിനൊന്ന് വെച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. മാർപ്പാപ്പ ഈയിടെ എഴുതിയ ഒരു പുസ്തകം ഉണ്ടല്ലോ, അവിടുന്ന് എന്നെ സ്നേഹിച്ചു. അതായത് ആ ഒരു ദൈവം നമ്മളെ എല്ലാവരെയും ഇങ്ങനെ അനന്തമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലങ്ങോട്ട് നിറഞ്ഞ് നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. അത് പറ്റാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ഭയങ്കര വേദനയാണെന്നാ, ഈശോയുടെ വളരെ വേദനയാണെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരാഴ്ചയിൽ ആ രീതിയിൽ ദൈവത്തിന്റെ സ്നേഹം എന്നിലങ്ങോട്ട്, നമുക്കറിയാമല്ലോ ഇലക്ട്രിക് സർക്യൂട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാമില്ലേ, അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു ഫ്യൂസ് കത്തിപ്പോയാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകും. അതേസമയത്ത് അത് നമ്മൾ റിപ്പയർ ചെയ്ത് വരുമ്പോഴേക്ക് അതെല്ലാം ആ ഇലക്ട്രിസിറ്റിയുടെ ഫങ്ഷനിങ് വളരെ കൃത്യമാകും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവത്തിന്റെ സ്നേഹം വന്ന് നിറഞ്ഞു നിന്നിട്ട് നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകിയെത്താൻ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ഒന്ന് ചെയ്യാൻ തയ്യാറാകാം. ഇപ്പൊ ഈ ആഴ്ചയിൽ എല്ലാവർക്കും അങ്ങനെ ഒന്ന് പരിശോധിച്ച് എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരോടും മാപ്പ് ചോദിക്കാനും ഒക്കെയുള്ള ഒരവസരമായിട്ട് എടുത്താൽ ഈ സ്നേഹ അനുഭവം കുറേയൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. ഇനി ആ സ്നേഹം നമുക്ക് അനുഭവിക്കാനും പങ്കുവെക്കാനും പറ്റാത്തതിന്റെ കാരണം അതൊക്കെ ഇനി തുറന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്യാം. പിന്നെ എക്സർസൈസും ഒക്കെ ജസ്റ്റ് പറഞ്ഞില്ല, നമുക്ക് ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സബ് ഗ്രൂപ്പും ഒക്കെ നമുക്ക് അതിന് വളരെ സഹായമാകും. നമ്മൾ എത്ര അധികമായിട്ട് ഇതിലൊക്കെ പങ്കാളികളാകുന്നോ സഹകരിക്കുന്നോ അത്രയും അധികമായിട്ട് നമുക്ക് അനുഭവിക്കാനാകും. നമുക്കറിയാവുന്നൊരു കടലിൽ നിന്ന് വെള്ളം കോരുന്ന പോലെ വെള്ളം നിറച്ച് വെള്ളം കിടക്കുക, പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രം എത്ര വലുതാണെന്നോ ഓട്ടപാത്രമാണോ എന്നോ മൂടിയിരിക്കുന്നതാണോ എന്നോ ഒക്കെ ആശ്രയിച്ചിരിക്കും നമുക്കതിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അങ്ങനെ നിറഞ്ഞ് എല്ലാവരിലേക്കും ഒഴുകാൻ ഈ ആഴ്ചയിൽ നമുക്ക് ഒരവസരമാകട്ടെ. അങ്ങനെ പതുക്കെ പതുക്കെ പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു ആഴമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തുതി. ദൈവസ്നേഹം പ്രസന്റേഷൻ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച ആലിസൂട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി. നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട് പിതാവ് ഈ മീറ്റിംഗിലേക്ക് വന്നിട്ടുണ്ട്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിനെ ഏറെ സ്നേഹത്തോടെ പേട്രൺ മെസ്സേജിനായി ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും നിങ്ങളുടെ മീറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. ഞാൻ ഇന്ന് നാട്ടിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്.
വീണ്ടും നിങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് ഏതാനും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ തീക്ഷ്ണതയും ഈ വലിയ ഒരു ഇൻട്രസ്റ്റും എന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഈ താല്പര്യം ഞാൻ കൂടുതൽ മാനിക്കുന്നു. അപ്പോൾ ഇന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം സ്നേഹമാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു ജീവിത രീതി ക്രിസ്തുവിന്റെ ജീവിത രീതിയാകുന്ന ക്രിസ്ത്യാനികളുടെ ജീവിതമാണ് ദൈവം സ്നേഹമാണ് എന്ന് വിളിച്ചറിയിച്ചിട്ടുള്ളത്. ദൈവം കരുണയുള്ളവനാണെന്നും അവിടുന്ന് സത്യവാനാണെന്നും അവിടുന്ന് പ്രകാശമാണെന്നൊക്കെ പറയുന്ന പല മതങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളതും ദൈവം നമുക്ക് വ്യക്തമാക്കി തന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇപ്പൊ ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ നല്ല മാതൃക, അവിടുന്ന് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ എളിമയുടെ ആ മാതൃകയിലൂടെ ഒരു സ്നേഹത്തിന്റെ ബാലപാഠം നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ കുരിശിൽ മരിച്ചുകൊണ്ട് മരണത്തിലാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയായിരുന്നു. അങ്ങനെ ആ കുരിശ് സ്നേഹത്തിന്റെ അടയാളമായിട്ട് നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ ഉയർന്ന് നിൽക്കുകയാണ്. ഒരു കുരിശ് കാണുമ്പോൾ നമ്മൾക്ക് ഓടിയെത്തേണ്ടത് ഈ ഒരു സന്ദേശമാണ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ. അതാണ് കുരിശിൽ കിടന്ന ഈശോ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്നു പറഞ്ഞത്. When I am lifted up, I will attract everybody to me. അവിടുന്ന് ഉയർത്തപ്പെട്ടപ്പോൾ അവിടുന്ന് ലോകം മുഴുവൻ അവിടുന്നിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് ആ സ്നേഹത്തിലൂടെയാണ്, കുരിശിൽ അവിടുന്ന് സാധിച്ച ആ ത്യാഗത്തിലൂടെയാണ് ആ സ്നേഹം പരിപൂർണമായി തീർന്നത്. അപ്പൊ ആ സ്നേഹം പരിശീലിക്കുന്നവരാണ്, പ്രായോഗിക ജീവിതത്തില് പ്രതിഫലിപ്പിക്കുന്നവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. ആ ക്രിസ്തു സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു ഗാനമുണ്ടല്ലോ, അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം. വളരെ മനോഹരമായ ഒരു ഗാനത്തിലൂടെ നമ്മൾ ആ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതി എന്തെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി തരികയാണ്. അത് സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പ്രിയപ്പെട്ടവർ, ആ സ്നേഹം പരിശീലിക്കുവാനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിളിയുടെ അർത്ഥം ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവസ്നേഹത്തെ കുറിച്ച് ഒരുപാട് നമുക്ക് വാദവരാതെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമുക്ക് അത് പ്രകടിപ്പിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പരാജിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സ്നേഹത്തെ കുറിച്ച് നമ്മൾ വാദവരാതെ പറഞ്ഞതുകൊണ്ടായില്ല, നമ്മളത് പരിശീലിക്കണം. നമ്മള് പഞ്ചസാരയുടെ കഥ പറയുന്നത്, പഞ്ചസാരയെ കുറിച്ച് ഒരുപാട് ഭംഗിയായിട്ട് നമുക്ക് പ്രബന്ധങ്ങളൊക്കെ എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥ പഞ്ചസാര എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു നുള്ള് എടുത്ത് നമ്മുടെ നാവിൽ നമ്മൾ വെക്കുമ്പോഴാണ് അത് മധുരമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് കഥകളും ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, പ്രസംഗിക്കാനായിട്ട് പറ്റും, വാക്കുകളിനെ കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്ന് അറിയുന്നത് എപ്പോഴാണ്? ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. പഞ്ചസാര നമ്മുടെ നാവില് വെച്ച് നമ്മള് ഇത് മധുരമുള്ളതാണെന്ന് പറയാം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, how sweet is the Lord. ദൈവം എത്രയോ മാധുര്യവാനാണ് എന്ന് പറയുന്നതിന്റെ സാങ്കത്യവും അവിടെയാണ്. അപ്രകാരമുള്ള ഒരു അറിവിലേക്ക്, തിരിച്ചറിവിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ വളരാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ദൈവം തന്റെ സ്നേഹം തന്റെ മകനെ അയച്ചുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ എപ്പോഴും വായിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്. യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ആ സ്നേഹം എന്ത് എന്ന് അവിടുന്ന് നമുക്ക് പ്രകടമാക്കി തന്നിരിക്കുകയാണ്. ആ യേശുവിലൂടെ നമുക്ക് ഈ ലോകത്തെ സ്നേഹിക്കാം, ഈ ദൈവത്തെ സ്നേഹിക്കാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ അർത്ഥം നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഈശോയെ, അവിടുന്ന് സ്നേഹമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുവല്ലോ.
ഒരു മനുഷ്യരൂപം എടുത്തുകൊണ്ട് മനുഷ്യനായി തീർന്നുകൊണ്ട് അവിടുന്ന് നമ്മളോട് വസിക്കുവാൻ തരുന്ന മനസ്സായത് അവിടുത്തെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നുവല്ലോ. ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം പ്രഘോഷിക്കുന്നവരാണ്, പക്ഷെ യഥാർത്ഥ സ്നേഹം അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുരിശിലാണ് എന്നുള്ളത് സത്യം ഞങ്ങളെ മനസ്സിലാക്കിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകത്തില് പല വിധത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് ദാഹിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹം ലഭിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നാണെന്നും അത് അവിടുത്തെ കുരിശിൽ നിന്നാണെന്നും ഉള്ള പാഠം ഈ ജനത്തെ, ഈ ലോകത്തെ മനസ്സിലാക്കിക്കണമേ കർത്താവെ. അവിടെ നൽകുന്ന സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹം നുകർന്നുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ എന്നുമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തരാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന് അഭയം നൽകി അവിടുത്തെ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടനമായ ഏറ്റവും ഒരു സിംബോളിക്കായ ആ തിരുഹൃദയത്തില് ഞങ്ങളെയും ചേർത്ത് കൊള്ളുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥന ആശീർവാദങ്ങളാൽ നമ്മുടെ മിസിയോ കുടുംബത്തെ മൃദുവാത്സല്യത്തോടെ കരുതുന്ന, സ്നേഹിക്കുന്ന, എന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മാർ ജോയ് ആലപ്പാട് പിതാവിന് ഒത്തിരി നന്ദി. മറ്റ് ആത്മീയ ശുശ്രൂഷകളുടെ തിരക്കിലായിരുന്നിട്ടും പിതാവ് എന്നും നമ്മുടെ മിസിയോ ടീമിനെ, കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പിതാവിന് വേണ്ടി, പിതാവിന്റെ എല്ലാ ശുശ്രൂഷയുടെയും വിജയത്തിനു വേണ്ടി, പിതാവിന്റെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി നന്ദി പിതാവേ. ഹാപ്പി ജേർണി. ഒത്തിരി നന്ദി. യാത്രാമംഗളങ്ങൾ. അവിടെ കാണാം. കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, നാളെ കഴിയുള്ളൂ. ഭംഗിയായിട്ട് പോകുന്നു. വെരി ഗുഡ്. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും യാത്രാമംഗളങ്ങളും പിതാവിന്. നിങ്ങള് പുലികളാന്ന് എനിക്കറിയാം. കാണിച്ചു. നമ്മുടെ എലോത്തുകളച്ചനുണ്ട്, വിളിച്ചു. അടുത്തതായി സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് ഇലവന്തിങ്കൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, പ്രിയമുള്ളവരെ, സഹോദരി സഹോദരങ്ങളെ, വളരെ സന്തോഷമാണ് ഈ സായസന്ധ്യയിൽ നിങ്ങളുടെ ആയിരിക്കാനായിട്ട്. ദൈവസ്നേഹത്തെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ നമ്മളിന്ന് കേട്ടു. ഏകദേശം എല്ലാവരും പോകാനുള്ള സമയത്തായിട്ട് നിൽക്കുവാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ ഷോർട്ടായിട്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനം മുതൽ മുന്നോട്ടങ്ങ് പോകുമ്പോൾ കർത്താവിൻ്റെ കാലം വരെയുള്ള ഒരുപാട് കൽപ്പനകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു സമയം വന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചോദ്യവുമായിട്ട് വരികയാണ്, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ്? അപ്പോൾ 10 കൽപ്പനകൾ നമുക്കറിയാം, പിന്നെ അതിന് കൂടുതലുള്ള ഒരുപാട് കൽപ്പനകളുണ്ട്. എല്ലാ കൽപ്പനകളിലും വെച്ച് ഏറ്റവും വലുത് ഏതാണ്? അപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്ന ആ ഏറ്റവും വലിയ പാഠം, നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടെ സ്നേഹിക്കുക. 2 സുവിശേഷങ്ങളിൽ ഓരോ വാക്കുകൾ മാറി മാറി പറയുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ കൽപ്പന ദൈവസ്നേഹമാണ്. പിന്നെ പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മളൊരു ത്രികോണത്തെ ഒന്ന് മനസ്സിലോർത്താല്, ദൈവം മുകളില്, ഞാനിവിടെ, എൻ്റെ അപ്പുറത്ത് മറ്റുള്ളവര്. അപ്പോ ദൈവം, ഞാൻ, മറ്റുള്ളവർ. ഈ സ്നേഹത്തിന്റെ പ്രമാണമാണ് ആദ്യത്തെ ഗ്രേറ്റസ്റ്റ്. അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞ പ്രഥമവും പ്രധാനവുമായ കൽപ്പന, ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയാണ് തിരിച്ചുള്ള മറുപടിയിൽ പറയുന്നത്. അപ്പോൾ ഈ 2 ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവസ്നേഹത്തെ മനുഷ്യർ മനസ്സിലാക്കി ജീവിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഡയമെൻഷൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നതാണ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന. അതെന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. അപ്പൊ സാധാരണ എല്ലാവരും പറയും സ്നേഹത്തിന്റെ കൽപ്പനയാണ് ഏറ്റവും മനോഹരമായ കൽപ്പന. പക്ഷേ
ഈ മനോഹാരിതയ്ക്ക് അല്പം വിഷമം തോന്നുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നുള്ള ആഡ് ചെയ്യുമ്പോഴാണ്. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചത് സഹിച്ചിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് തുപ്പലേറ്റിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് അവഹേളനം സ്വീകരിച്ചിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് അടിയേറ്റിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് മുൾമുടി ധരിച്ചിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് കുരിശ് വഹിച്ചിട്ടാണ്, ഞാൻ സ്നേഹിച്ചത് കുരിശിൽ മരിച്ചിട്ടാണ്, ശത്രുക്കൾ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്നേഹത്തെയാണ് കർത്താവ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ കൽപ്പനകളെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്നേഹം നമ്മളിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഒരു റൗണ്ട് തിരിച്ചു പോവുകയാണ്. അവിടെയാണ് ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ആഹ്വാനവും മനസ്സിലാക്കുന്നത് എന്ന് മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. നമുക്കൊക്കെ അറിയാം, സിറോ മലബാർ സഭയുടെ ഈ കഴിഞ്ഞ സിനഡ്, ജനുവരി മാസത്തിൽ നടന്ന സിനഡിൽ നമ്മൾ വെച്ച ഒരു പ്രധാനപ്പെട്ട ചിന്ത 2024 നടന്ന സഭാ അസംബ്ലിയിൽ വെച്ച അൽമായ പ്രേഷിത പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ചിന്ത, അതിനെ സിനഡ് ഇപ്രാവശ്യം ചർച്ച ചെയ്ത് അത് തുടങ്ങാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ അൽമായ പ്രേഷിത പ്രസ്ഥാനം അല്ലെങ്കിൽ മൂവ്മെന്റ്, ലേ മിഷണറി മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ, അപ്പോൾ നമ്മുടെ സഭയിൽ എവിടെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ അവരെല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സഭ ആഗ്രഹിക്കുന്നു. ഈ ഫെബ്രുവരി 12-ാം തീയതി മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് അതിനൊരുക്കമായ ആദ്യത്തെ ഒരു കൺസൾട്ടേഷൻ മീറ്റിംഗ് നടത്തപ്പെടുന്നു. ആ മീറ്റിംഗിൽ ലീഡേഴ്സ് ആയിട്ടുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. മെയ് 5-ാം തീയതി ഒരു വലിയ മീറ്റിംഗ്, ഒരു 100-500 പേരെ മിഷണറിമാരായിട്ടുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് മൗണ്ട് സെന്റ് തോമസിലാണ്. ഈ ഡേറ്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിടണം എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ ഈ മിഷണറി മൂവ്മെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നിലവിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മിഷണറി മൂവ്മെന്റ് അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞ് നല്ല വ്യക്തമായ ധാരണയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഈ പ്രസ്ഥാനം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മിസിയോയിൽ നിന്ന് അതിൽ സാധിക്കുന്നവർ പങ്കെടുക്കണം. അങ്ങനെ നമുക്ക് ഏറ്റവും ഒന്നുചേർന്ന് സഭയെ കെട്ടിപ്പടുത്താൻ, സഭയെ പടുത്തുയർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും ആശംസകൾ നേർന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആശീർവാദത്തിലേക്ക് കടക്കുകയാണ്. കർത്താവായ ദൈവമേ, ഈ മിസിയോ കെരിഗ്മ ചിന്തകൾ ആയിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഈ ചിന്തകളിൽ ഏറ്റവും ഉള്ളിൽ അവരുടെ എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്നത് നീ നൽകിയ അവസാനത്തെ ആ കൽപ്പനയാണ്. നിങ്ങൾ ലോകമെങ്ങും പോവുക, സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, സകല ജനതകളോടും സുവിശേഷം പറയുക, അവരെ ശിഷ്യപ്പെടുത്തുക, അവരെ സ്നാനപ്പെടുത്തുക, അവരെ പഠിപ്പിക്കുക. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നൽകിയ ആ മനോഹരമായിട്ടുള്ള കൽപ്പന ഏറ്റെടുത്തവരാണ് നമ്മൾ. കർത്താവ്, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ നിന്റെ വചനം പഠിക്കുന്നവരും പറയുന്നവരും മറ്റുള്ളവരെ അങ്ങിലേക്ക് നയിക്കുന്നവരുമായി തീരുവാൻ അവിടെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, ഞങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ എരിവും ചൂടും വീണ്ടും ഉള്ളിൽ സ്വീകരിച്ച് നിന്നെ പറ്റിയുള്ള തീക്ഷ്ണതയിൽ എരിഞ്ഞ് നിന്റെ വചനവും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യത്തോടെ എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണമെന്ന വലിയ ഇഷ്ടത്തോടു കൂടെ ജീവിക്കുന്നവരാകുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രാപ്തരാക്കണമേ. ഇന്ന് ക്ലാസ് എടുത്തവരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ പങ്കുവെച്ചവരുമായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അഭ്യുന്ന പിതാവിന്റെ യാത്രയിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ. മിസിയോ പ്രസ്ഥാനം നിന്റെ പ്രസ്ഥാനമാക്കി നീ മാറ്റണമേ. പൊന്നുതമ്പുരാനെ, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വലതുകരം നീട്ടണമേ, കണ്ണിലുണ്ണി പോലെ ഞങ്ങളെ കാക്കണമേ, ഉള്ളം കൈയിൽ ഞങ്ങളെ താങ്ങണമേ. പരിശുദ്ധ അമ്മേ, ഔസേപിതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും
നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. താങ്ക് യു ഫാദർ ഫോർ ലവിംഗ് മെസ്സേജ് ആൻഡ് ബ്ലെസ്സിങ്. ഇന്നത്തെ ഈ സെക്ഷൻ മനോഹരമായി തീർത്ത ദൈവത്തിന് നന്ദി. സമാപന ഗാനത്തിനായി ലാലി ആന്റിക്കൊപ്പം നമുക്കും പങ്കുചേരാം. ഒത്തിരി നന്ദി ദാദാ, ഒരായിരം നന്ദി ദാദാ, മറ്റെന്തു നൽകാൻ ഞാൻ, നന്ദിയതൊന്നു മാത്രം. ഒത്തിരി നന്ദി ദാദാ, ഒരായിരം നന്ദി ദാദാ, മറ്റെന്തു നൽകാൻ ഞാൻ, നന്ദിയതൊന്നു മാത്രം. സഹനത്തിൻ പൂക്കളതെല്ലാം അനുഗ്രഹ പൂമാലയാക്കി, സഹനത്തിൻ പൂക്കളതെല്ലാം അനുഗ്രഹ പൂമാലയാക്കി, എന്നെ അണിയിക്കും ആ ദിവ്യ സ്നേഹമേ, മറ്റെന്തു നൽകാൻ ഞാൻ, നന്ദിയതൊന്നു മാത്രം. ഒത്തിരി നന്ദി ദാദാ, ഒരായിരം നന്ദി ദാദാ, മറ്റെന്തു നൽകാൻ ഞാൻ, നന്ദി